സ്പൈഡർ നോവ വാട്ട് എവർ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ സീരീസ് ആണിത്. നിക്കോളാസ് കേജ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഈ സീരീസിനെ കുറിച്ച് നല്ലൊരു സൂപ്പർ ഹീറോ ക്രൈം ത്രില്ലർ സീരീസ് ആണ് സ്പൈഡർ നോവ. ഇത് കാണാൻ വേണ്ടി മറ്റ് സ്പൈഡർ സിനിമകളോ സീരീസുകളോ ഒന്നും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള കഥയായിട്ട് കാണാൻ പറ്റുന്നതാണ്. SSU സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ് ഇതിന്റെ കഥ നടക്കുന്നത്. 1930കളിലാണ് കഥ നടക്കുന്നത്. ഭയങ്കര രസമാണ് ഈ സീരീസിന്റെ ഒരു മേക്കിംഗ്. ഇത് കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം, ഏത് വേണമെന്ന്. ഞാൻ കുറച്ചു നേരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ട് പിന്നെ കളർ തന്നെയാണ് കണ്ടത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട്, നന്നായിട്ട് എഴുതിയ ക്യാരക്ടേഴ്സ്, നല്ല പെർഫോമൻസുകൾ, ഒട്ടും ബോറടിപ്പിക്കാതെയുള്ള കഥ പറച്ചിൽ. സൂപ്പർ ഹീറോ കഥയ്ക്കപ്പുറം ഇതിനൊരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. ഇതെല്ലാം ഇതിന്റെ പോസിറ്റീവ്സ് ആണ്. ഇതിലെ സ്പൈഡർ അല്ലെങ്കിൽ ബെൻ റെയിലിയെ ആദ്യം മുതൽ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. ഒരു സൂപ്പർ ഹീറോ ആണ്, അതേസമയം പുള്ളി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കൂടിയാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക താല്പര്യം തോന്നിയായിരുന്നു. എനിക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, സോ ആ ക്യാരക്ടറിൽ വല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഇത് കണ്ടു തീർക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. നിക്കോളാസ് കേജ് അത് കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2018 സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് ആനിമേറ്റഡ് മൂവിയിലും ഇതേ കഥാപാത്രത്തിന് വോയിസ് നൽകിയിരിക്കുന്നതും നിക്കോളാസ് കേജ് തന്നെയായിരുന്നു. പുള്ളി നമ്മുടെ മമ്മൂക്കയെ പോലെയാണ്. പ്രായമാകുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോങ് ലെഗ്സിൽ ഒക്കെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള റോളായിരുന്നു. ഇതും നൈസ് ആണ്. ബാക്കിയുള്ളതും നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് ആണ്. റോബി എന്ന റിപ്പോർട്ടറായിട്ട് വരുന്ന ലെമോൺ മോറിസ് നൈസ് ആയിരുന്നു. പിന്നെ ബെന്നിന്റെ സെക്രട്ടറി ജാനറ്റ് ആയിട്ട് വരുന്ന കേരൻ റോഡ്രിഗ്സ്, ക്ലിന്റ് മാർക്കോ ആയിട്ട് വരുന്ന ജാക്ക് ഹ്യൂസ്റ്റൺ, അതുപോലെ സിൽവർ മെയിൻ ആയിട്ട് വന്ന ബ്രാൻഡൻ ഗ്ലീസൺ, എല്ലാവരും കിടു പെർഫോമൻസ് ആണ്. ഇതിലെ നായിക കഥാപാത്രത്തെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ക്യാറ്റ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. ലുക്കും നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ആ ഒരു പെൺപൂച്ച വരികയല്ല ഇടയ്ക്ക്, അതിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ലീ ജൂൺലി ആണ് ഈ റോളിൽ വരുന്നത്. പെർഫോമൻസ് അല്ല, ഞാൻ ക്യാരക്ടറാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത്. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇവരുടെ ഈ ഒരു രണ്ട് കളർ, ആ ഐഡിയ തന്നെ നൈസ് ആയിരുന്നു. സത്യത്തില് നമ്മുടെ ഭ്രമയുഗത്തിനും ഇങ്ങനെ ഒരു രണ്ട് ഓപ്ഷൻ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കിടിലൻ ക്യാമറയാണ്. 1930കൾ വളരെ എസ്തെറ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ളതിന്റെ ആർട്ട് വർക്ക്, അതുപോലെ ലൈറ്റിംഗ്, ഇത് രണ്ടും എടുത്തു പറയണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും കൊള്ളാം. ആക്ഷൻ സീനുകൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് കൊള്ളാമായിരുന്നു. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ ഈ ഒരു ജോണറിന്റെ കുറേയധികം ക്ലീഷകളൊക്കെ ഇതിലും ഉണ്ട്. പിന്നെ കുറച്ച് പ്രഡിക്റ്റബിൾ ആണ് ഇതിന്റെ കഥയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിനകത്ത് കുറച്ച് അലോസരം ഫീൽ ചെയ്തത് ഇതിലെ ലവ് ട്രാക്ക് ആണ്. അത് ചിലയിടത്ത് ശകലം ബോറടിപ്പിച്ചായിരുന്നു. പക്ഷെ കഥയ്ക്കത് ആവശ്യമാണ് ആ ട്രാക്ക്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയാം. പിന്നെ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ സൂപ്പർ ഹീറോ ആണെങ്കിലും വീക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത. സൂപ്പർ ഹീറോ പുള്ളിക്ക് പ്രായമായി വരുന്നു, അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കഥയിലുമുള്ളത്. അവരങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു ക്ലാസിക് നിയോ നുവാർ സൂപ്പർ ഹീറോ സീരീസ് ആണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന, നല്ല ക്യാരക്ടേഴ്സ് ഉള്ള, നല്ല മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു സീരീസ് ആണിത്. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇത് ആമസോൺ പ്രൈം വീഡിയോയിൽ ഇപ്പോൾ കാണാൻ പറ്റും. 42 മുതൽ 49 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഇതിലുള്ളത്. ഇംഗ്ലീഷിനൊപ്പം തമിഴ് മാത്രമല്ല മലയാളം ഡബിംഗ് അവൈലബിൾ ആണ്. മലയാളം ഡബിംഗ് ഡീസന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രമേയം പിന്നെ ഇതിന്റെ വയലൻസ് ഒക്കെ കൊണ്ട് ഇതൊരു 18+ സീരീസ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാ.